തെരഞ്ഞെടുപ്പ് കമ്മീഷന് അല്ലാത്തൊരു അധികാരം കിട്ടുകയാണ്. അതായത് ഈ പൗരത്വം തന്നെ ഇലക്ഷൻ നടത്തപ്പാക്കുക, വോട്ടർ പട്ടികയൊക്കെ ശരിയായിട്ട് നടത്തുക, ഈ സംവിധാനങ്ങൾ നന്നായി കൊണ്ടുപോകുക എന്നതിനപ്പുറത്തേക്ക് പൗരൻ ആരാണ് എന്ന് നിശ്ചയിക്കാനുള്ള ഒരു ചുമതല കൂടെ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈവശം വെക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും ഭീകരമായൊരു കാര്യം 30 ദിവസം ഈ പ്രക്രിയ മൊത്തം പൂർത്തിയാക്കണം. അടുത്ത മാസം ഓഗസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വർഷം 2025 ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ നടക്കേണ്ടതാണ്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ 30 ദിവസത്തിനകം ഈ ഒരു കാര്യം കൂടെ പൂർത്തിയാക്കണം. അതിനകത്താണെങ്കിലോ ബീഹാറിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റുള്ളിടങ്ങളിലും പോയിട്ട് ജോലി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ മനുഷ്യരുള്ളത്. കേരളത്തിലടക്കം നിറയെ ആളുകളുണ്ട്. ഈ ആളുകൾ തെരഞ്ഞെടുപ്പിന് കൃത്യമായിട്ട് അങ്ങോട്ട് പോയിട്ട് വോട്ട് ചെയ്യുകയും മറ്റും ചെയ്യുന്ന താൽക്കാലിക താമസക്കാരാണ്, താൽക്കാലികമായിട്ട് പുറത്തുള്ള ആൾക്കാരാണ്. അവരുടെ വോട്ടവകാശം കൂടെ നിഷേധിക്കുന്ന നിലയിലേക്ക് പോവുകയാണ്. അവർക്ക് അവിടെ വോട്ട് കൊടുക്കാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ് എനിക്ക് മനസ്സിലാകാത്ത, ഇതുപോലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രത്യേകിച്ച് പൗരത്വവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് വരുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നത് സാധാരണ മനുഷ്യരെ അന്നന്നത്തെ പണിയെടുത്തിട്ട് 24 മണിക്കൂർ അന്നന്നത്തെ കാര്യങ്ങൾ തീർക്കാനല്ലാതെ മറ്റൊന്നിനും അവസരമില്ലാത്ത സാധാരണ മനുഷ്യരെ എന്തിനാണ് സംവിധാനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന വിഷമാണ് നമുക്ക് വരിക. ഇപ്പം എത്ര പൈസ ചിലവാണ്. അവരുടെ കൈവശം രേഖയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവരെവിടേക്ക് പോയിട്ട് ഈ രേഖകൾ ഉണ്ടാക്കും? ഒരു തലമുറക്ക് അപ്പുറത്തുള്ള ആളുകളുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോയി കൊടുക്കും? ആധാറാണ് സമീപകാലത്ത് എല്ലാവരുടെയും കൈവശത്തേക്ക് കിട്ടിയ രേഖ. അത് പക്ഷേ ഞങ്ങൾ സ്വീകരിക്കില്ല. അതിസാധാരണക്കാരായ മനുഷ്യരെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ സംവിധാനങ്ങളും ഇത്രക്ക് ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാണ് എന്ന ചോദ്യം ആവർത്തിച്ച് മനസ്സിലേക്ക് വരികയും അതിൻ്റെ സങ്കടങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക. ഇപ്പോൾ കേരളത്തിൻ്റെ പരാമർശം കണ്ടപ്പോൾ കേരളത്തിൽ പോലും ഇത്ര വേഗത്തിൽ നടക്കില്ല. കാരണം കേരളം കുറേ കൂടെ സുഘടിതമായിട്ടുള്ള സംവിധാനങ്ങളുള്ള എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ഒരു സ്ഥലമാണല്ലോ. ഇത് ബീഹാറിൻ്റെയൊക്കെ ഗ്രാമങ്ങളിൽ നിന്ന് വളരെ ദൂരെ പോയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യുകയാണ് മനുഷ്യർ. ഡൽഹിയിലും കേരളം അടക്കമുള്ള സ്ഥലങ്ങളിലും ആ മനുഷ്യരൊക്കെ അവിടങ്ങളിലാണ് ഈ വീടാന്തരം കയറി ഇറങ്ങിയിട്ട് 30 ദിവസത്തിനകം ഈ സങ്കീർണമായ പ്രോസസ്സ് പൂർത്തീകരിക്കാൻ പോകുന്നത്. രാഷ്ട്രീയമായിട്ട് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിസാധാരണക്കാരായ മനുഷ്യരെ എന്തിനാണ് വിഷമിപ്പിക്കുന്നത്?